ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കപ്പ കൊണ്ടുള്ള ഒരു സ്നാക്സ് തയ്യാറാക്കലാട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കല്ലേ, നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടെ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കിലോളം കൊള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കൊള്ളി ഒന്ന് നമുക്ക് തൊലി കളഞ്ഞ് കഴുകിയിട്ടൊക്കെ വൃത്തിയാക്കിയിട്ട് തൊലി കളയാനിട്ടാണ്, എന്നിട്ട് ഒന്നുകൂടിയും കഴുകിയെടുക്കണം. അപ്പോൾ തൊലി ചെത്താണ് കേട്ടോ ഞാൻ അതിൻ്റെ. അപ്പോൾ 2 ദിവസമൊക്കെ പഴകിയതാന്നോട് കടയിൽ വന്നിട്ട്. അപ്പോൾ തൊലി ചെത്തുമ്പോൾ ഇത്തിരി മുറുകിയ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോരുന്നില്ല. അപ്പോൾ ഞാൻ ചെത്തി കളയാം കുറേയൊക്കെ. അപ്പോൾ ഇത് തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം കേട്ടോ ഇതിൽ. അപ്പോൾ ഏറ്റവും ചെറിയ കണ്ണിയിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്യാം കേട്ടോ, ചെറുതായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മുടെ പലഹാരം ടേസ്റ്റ് കൂടുക കേട്ടോ. ചെറുതാക്കി ആവും തോറും അത്ര ടേസ്റ്റ് കൂടും കേട്ടോ നമ്മുടെ പലഹാരം. അപ്പോൾ ഞാൻ ചെറിയ കണ്ണിയിൽ ഇതേ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ അല്ലാതെ നമുക്ക് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ കണ്ണിയിലാകുമ്പോൾ ഒന്നും കൂടി ഭംഗിയിലും കനം കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതിലാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സ്നാക്സിനുള്ള കൊള്ളിയൊക്കെ കനം കുറച്ച് ചെറുതായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൽ നാളെ അതിൻ്റെ പാലുണ്ടാവും കേട്ടോ. ആ പാല് പിഴിഞ്ഞ് കളയുക, അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ സ്നാക്സിന്. അപ്പോൾ കട്ട് പോലെയുള്ള പാലുണ്ടല്ലോ, അതിങ്ങനെ പിഴിഞ്ഞ് അങ്ങോട്ട് പോരും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2 ദിവസമൊക്കെ അതിൻ്റെ കൊണ്ട് കൊള്ളി അത്ര അങ്ങോട്ട് പാല് വരുന്നില്ല, എന്നാലും ഉള്ള പാല് നമുക്ക് പിഴിഞ്ഞ് കളയാം കേട്ടോ. അല്ലാതെ അതുപോലെ ഇങ്ങനെ കൈകൊള്ളിലെടുത്തിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഉള്ള കൊള്ളീനെ പാലിങ്ങനെ പോരും. അപ്പോൾ ഉതിർന്ന പോലെ ആവും നമ്മുടെ ഗ്രൈൻഡ് എടുത്തെടുത്ത കപ്പയൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കൊള്ളി എന്ന് പറയാം, കാരണം പെട്ടെന്ന് വയൽ കൊള്ളി എന്ന് വരുന്നിട്ട കപ്പ ആക്കി. ചില നാട്ടിൽ കൊള്ളി പറയും, ചില നാട്ടിൽ കപ്പ എന്നും പറയും. അപ്പോൾ ഒരുവിധം അങ്ങനെ എല്ലാ കപ്പയും നമുക്ക് പിഴിഞ്ഞിങ്ങോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഗ്രൈൻഡ് ചെയ്ത് മുഴുവൻ അങ്ങനെ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉതിർന്ന പോലെ ആ പാലൊക്കെ ഉള്ളത് പോന്ന് കഴിഞ്ഞപ്പോൾ നല്ല ഉതിർന്ന പോലെ ആയില്ലേ കപ്പയൊക്കെ. ഇനി നമുക്ക് കപ്പയിലേക്ക് ഇനി കൂട്ടുകൾ വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഒരു 5-6 ഏലക്കായ ചതച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തൊലി കളഞ്ഞിട്ട്. അത് അപ്പോൾ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്തു അതിൽ, ചെറിയ മധുരത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നാളികേരം ചെരുകിയത് ചേർക്കാം കേട്ടോ. ഒരു അരമുറിയോളം നാളികേരം ചെരുകിയത് അതിൽ ചേർത്ത് കൊടുത്തു. അരമുറി നമുക്ക് ഇത് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ മുകളിലിടാനൊക്കെ ആവശ്യമായിട്ടോ. അരമുറിയിലധികം നമ്മൾ അതിൽ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് ഉപ്പിടാം കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ഉപ്പിടുക. മധുരമുണ്ടായാലും കുറച്ച് ഉപ്പ് വേണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്തു. എന്നിട്ട് നന്നായി മിക്സാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പാത്രങ്ങളില്ലേ, ചെറിയ ഡവറ പോലത്തെ പാത്രങ്ങൾ, അതിൽ ഞാൻ കുറച്ച് എണ്ണ തടവിൻ്റെ. എന്നിട്ടാണ് നമ്മൾ അതിൽ നിന്ന് തയ്യാറാക്കാൻ പോകുന്നത്, ആവിയിൽ വേവിക്കട്ടെ. അപ്പോൾ നമ്മളത് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നാളികേരം ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ. എല്ലാ പാത്രത്തിലും നാളികേരം അടിയിലുള്ള ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ കപ്പ വയ്ക്കുക. കപ്പ ഇട്ട് കൊടുക്കുക അതിലേക്ക് നിറച്ചിട്ട് നമുക്കത് ആവിയിൽ വേവിക്കാൻ വയ്ക്കാം. എന്നിട്ട് നല്ല ടേസ്റ്റായിട്ട് ഈ പലഹാരത്തിന് നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങിയിട്ട് കഴിക്കാത്ത കുട്ടികളും കറി വെച്ച് കഴിക്കാത്തവരൊക്കെ ഇങ്ങനെയാക്കിയാൽ മധുരവും അതിൻ്റെ ഒരു പ്രത്യേക നമ്മുടെ ഏലക്കായയുടെ ഫ്ലേവറിൻ്റെ മണമൊക്കെ കൂടി ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കിട്ടോ കുട്ടികൾക്കൊക്കെ കഴിക്കും. അപ്പോൾ 3 പാത്രത്തിലും ഇതുപോലെ തന്നെ നിറച്ച് വെക്കുക കേട്ടോ നന്നായി. അപ്പോൾ അതൊക്കെ ഒന്ന് അമർത്തി കൊടുക്കട്ടെ, എന്നാലും വേഗം പോരുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ വിട്ട് പോരും. അപ്പോൾ അതൊക്കെ ഒന്ന് കൈ കൊണ്ട് അമർത്തി വെച്ച് കൊടുക്കുക. അല്ലാണ്ട് അമരും വേണ്ട കേട്ടോ. ഇല്ലാണ്ട് അമർത്തിയാൽ അതിൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല വേഗം. അപ്പോൾ അതിൽ നാളികേരവും പഞ്ചസാരയും ഏലക്കായും ഇതൊക്കെ ആകുമ്പോൾ വെന്ത് കഴിയുമ്പോൾ ഒരു ടേസ്റ്റ് ആയിട്ട്. ഇത് വെന്ത് കഴിയുമ്പോൾ കളറ് മാറും, മഞ്ഞ കളർ പോലെ കേട്ടോ. എന്ത് കഴിയുമ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഇറക്കും ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള നാളികേരമൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കട്ടെ ഞാൻ. പാത്രത്തിൽ നിറച്ചതിന് ശേഷം ബാക്കിയുള്ള നാളികേരം അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ അമർത്തി പ്രസ്സാക്കി ചെയ്ത് കൊടുക്കുക. നമുക്കിത് ഇഡ്ഡലി ചെമ്പിലാണ് ഞാൻ വെള്ളം വെച്ചില്ല കേട്ടോ ആവിൽ വേവിക്കാനായിട്ട്. അപ്പോൾ നമുക്കത് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അപ്പോൾ 1/2 കിലോനുള്ള ഉള്ളത് 3 പാത്രത്തിലേക്ക് കറക്റ്റായി കിട്ടി കേട്ടോ. 1/2 കിലോ കപ്പയല്ലേ നമ്മളെടുത്തത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിപ്പത്തട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിലേക്ക് 3 പാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. 3 പാത്രം വയ്ക്കാൻ കറക്റ്റ് അത്. അപ്പോൾ നമുക്ക് എന്നിട്ട് മൂടി കൊടുക്കുക. ഒരു 10 മിനിറ്റോളമൊക്കെ ഒന്ന് തിളച്ച് ആവി വന്ന് വേവട്ടെ കേട്ടോ, നല്ല വേവുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ നോക്കി നല്ല മാതിരി കളറൊക്കെ മാറിയിട്ട് കേട്ടോ, മഞ്ഞ കളറായിട്ട് നമ്മുടെ സ്നാക്സിന് കേട്ടോ.
അപ്പോൾ അത് കളറായി കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ വെന്തിട്ടുണ്ട്. ഞാൻ അതിന് എടുത്ത് നോക്കിയപ്പോൾ കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഇനി ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കാം കേട്ടോ, ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൈ കൊണ്ട് തന്നെ എടുത്ത് വയ്ക്കാം. 3 പാത്രം പുറത്തേക്ക് എടുത്ത് വെച്ചു കേട്ടോ. പുറത്തേക്ക് എടുത്ത് വെക്കണം. ഒരെണ്ണം എടുത്ത് വെച്ചു, ഇനി 2 കൂടി എടുത്ത് വയ്ക്കാണ്ട്. നല്ല ചൂടുണ്ട് ഈ പാത്രം, കൈ കൊണ്ട് തന്നെ എടുത്തത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇരുന്നപ്പോൾ ഒരുവിധമൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ചെറുതായി ചൂടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ട കളറും മഞ്ഞ കളറായിട്ടില്ല. ഇപ്പോൾ അത് നമുക്ക് പാത്രത്തിൽ നിന്ന് തട്ടി കൊടുത്ത് നോക്കാം കേട്ടോ പ്ലേറ്റിലേക്ക്. അപ്പോൾ പ്ലേറ്റിലേക്ക് തട്ടി ഇതേ ഒരെണ്ണം പോന്നു കേട്ടോ. ഇനി അതുപോലെ മറ്റേ 2 കൂടി നമുക്ക് ആ പ്ലേറ്റിലേക്ക് തട്ടിയിട്ട് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നോക്കി കളറൊക്കെ നല്ല മഞ്ഞ കളറായി കൊള്ളി, ഇങ്ങനെ കപ്പ വെന്തേൻ്റെ കളറിന് ആ മഞ്ഞ കളർ കണ്ട നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തും തട്ടിയിട്ടില്ല. അപ്പോൾ 3 എണ്ണം ഉള്ളത് 3 എണ്ണം തട്ടി എടുത്തിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയിൽ, കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. ഞാനൊരു എണ്ണത്തിൽ നിന്ന് കുറച്ച് കഴിച്ചു നോക്കിയപ്പോഴേ പിന്നെയും കഴിക്കാൻ തോന്നും നമുക്കത്. നല്ല ചെറുതായി മധുരം നാളികേരോ ഏലക്കായൊക്കെ മണം കേൾക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. സൂപ്പർ പലഹാരമായി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തട്ടോ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബൈ.